കൂട്ടുകാരെ, ഒരു വർഷമായിട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല അടിപൊളി ഒരു കീപാഡ് മൊബൈൽ ഫോണിന്റെ യൂസർ റിവ്യൂ വീഡിയോ. ഒരെണ്ണം വാങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. രണ്ടും തമ്മിലുള്ള മാറ്റം എന്ന് വെച്ചാൽ, പുതിയ മോഡലിലാണെങ്കിൽ നമുക്ക് ടോർച്ച് ഓൺ ആക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. അതും പോരാത്തതിന് 4 LED ലൈറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകാശവും ലഭിക്കുന്നുണ്ട്. ആമസോണിൽ നിന്നാണ് ഈ രണ്ട് ഫോണും നമ്മൾ വാങ്ങിയത്. ഒരു ഫോൺ ഒരു വർഷമായിട്ട് നമ്മുടെ അപ്പൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫോണാണെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടന് വേണ്ടി വാങ്ങിയതാണ്. 1750 mAh ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു കുഞ്ഞൻ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ 3 മണിക്കൂർ എടുക്കുന്നുണ്ട് ചാർജ് ആവാൻ. എന്നാലും ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. രണ്ട് ഫോണും എടുത്തു നോക്കുമ്പോഴേ അങ്ങനെ കാര്യമായ മാറ്റമൊന്നുമില്ല. ഒരു ഫോൺ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നു, ഒരു ഫോൺ പുതിയ മോഡല്. പുതിയ മോഡലാണെങ്കിൽ 4 LED ലൈറ്റുള്ള ഒരു ടോർച്ച് ഉണ്ട്. അതിന് ഓണാക്കാൻ വേണ്ടി ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അതൊരു വല്ലാത്ത മാറ്റമാണ്. നല്ലൊരു വെട്ടമാണ് ആ പുതിയ ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ കാണുന്ന സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ലൈറ്റ് ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നത്. ഇതുപോലത്തെ ഒരു സ്വിച്ച് ആയതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ്. 1150 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് ഈ ഒരു ഫോൺ വാങ്ങിയത്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. എന്തായാലും ആ ഒരു വിലയ്ക്ക് നല്ല അടിപൊളി ഫോണാണ്. നല്ല ഒരു ചെറിയൊരു ഫോൺ, ഒതുക്കമുള്ള ഫോൺ, നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സിം കാർഡ് ഇടാം, പിന്നെ മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വയർലെസ് FM ഉണ്ട്. പിന്നെ ആണെങ്കിൽ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൾ റെക്കോർഡിങ്ങും ചെയ്യാൻ സാധിക്കും. ചാർജറിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും 2 വർഷത്തിൽ കൂടുതൽ ഈ ടൈപ്പ് ചാർജർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടത്തെ അപ്പൻ്റെ മോട്ടോ ഫോണിലും ഈ ചാർജറായിരുന്നു. ആ ഒരു ഫോൺ വെള്ളത്തിൽ പോയി. ഈ ഒരു ഫോണിലേ മലയാളം നമുക്ക് സപ്പോർട്ടല്ല. തമിഴും തെലുങ്കൊക്കെ കുറേ ഭാഷകളുണ്ട്, മലയാളം ഇല്ല. പിന്നെ നമ്മൾ സാധാരണ കീപാഡ് ഫോണിലുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഞാൻ മെയിനായിട്ട് ഈ ടൈപ്പ് കീപാഡ് ഫോൺ നോക്കുമ്പോൾ അത്യാവശ്യം നിലത്തിടിക്കഴിഞ്ഞാലും ഫോൺ ഓഫ് ആവരുത്, ബാറ്ററി ഊരിപ്പോയരുത്, അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. പിന്നെ നല്ല അടിപൊളിയായിട്ട് റേഞ്ച് പിടിക്കുന്ന ഒരു ഫോണാണ്. റേഞ്ച് കുറച്ച് കുറവുള്ള ഏരിയയിലാണെങ്കിലും ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് റേഞ്ച് പിടിക്കുന്നുണ്ട്. അതും പോരാത്തതിനാണെങ്കിൽ നല്ല ഒരാഴ്ച കൂടുതൽ ബാക്കപ്പ് ഇതിൻ്റെ ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതും നല്ല ഹൈലൈറ്റാണ്. പിന്നെ ആണെങ്കിൽ ഫോൺ തീരെ കനമില്ല. ഈ പറഞ്ഞവരാണെങ്കിൽ ക്വാളിറ്റി ആണെങ്കിൽ കോൾ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ഒരു തരക്കേടില്ലാത്ത ഓഡിയോ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ഫോണിൻ്റെ നെഗറ്റീവായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഇല്ല എന്ന് മാത്രം പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇതിനകത്ത് വയർലെസ് ആയിട്ട് FM കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഫോൺ ചുമ്മാ എടുത്തിട്ട് ഓണാക്കിയാൽ മാത്രം മതി. റേഡിയോ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം 1-2 FM ഒക്കെ നല്ല പക്കയായിട്ട് സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എറണാകുളം ടൗണിലൊക്കെ ആണെങ്കിൽ അടിപൊളി ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഒരു എരിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രായമുള്ളവർക്കും ഈ ഒരു ഫോൺ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ സെയിം മോഡൽ ഫോൺ തന്നെ നമ്മൾ വേറെ 2-3 പേർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്, കാണാനൊക്കെ പറ്റും. പിന്നെയാണെങ്കിൽ ഇതിൻ്റെ കീപാഡൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. കറക്റ്റായിട്ട് സ്വിച്ചുകൾ തമ്മിൽ ഗ്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്പറൊക്കെ മാറിപ്പോകാണ്ട് കുത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ പ്രായമുള്ളവർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ചാർജ് ചെയ്താൽ മതി. അതുകൊണ്ട് അതൊരു വളരെ നല്ലൊരു ഉപകാരമാണ്. പിന്നെ കോൾ വിളിക്കുമ്പോഴൊക്കെ നല്ല സൗണ്ടിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കേട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതായത് 1000 രൂപ 1200 കിട്ടുന്ന ഫോണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഓഡിയോ ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ഓഡിയോ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഫോണിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.